ഹലോ നമസ്കാരം എല്ലാവർക്കും കവീസ് കിച്ചൺ പാർട്ട്ണറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തൃശ്ശൂർ മീൻകറിയാണ് കേട്ടോ. തൃശ്ശൂർക്കാരുടെ സ്പെഷ്യൽ മീൻകറി. അതിനു മുന്നേ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ ചെമ്മീനാണ് കേട്ടോ. ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും 1 സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് ഒരു മണിക്കൂർ വെച്ച ശേഷം കഴുകി വൃത്തിയാക്കി എടുത്താണ് കേട്ടോ. ചെമ്മീൻ നന്നായി പെട്ടെന്ന് നല്ല വേവുള്ള കാരണം ചെമ്മീൻ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് വയ്ക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 3 കുടംപുളി എടുത്തിട്ടുണ്ട്. കുടംപുളി ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് നേരം വെച്ച ശേഷം എടുത്താണിത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ കുടംപുളിയുടെ കറിയിൽ കൂടുതലുണ്ടാവും. അത് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5 ചുവന്നുള്ളിയും കൂടിയിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക്, അതുപോലെ ചെറിയ തക്കാളി അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇത് പാല്, 1-ാം പാല്, 2-ാം പാല്. 1-ാം പാല് ഒരു 1/2 ഗ്ലാസ്സോളം 1-ാം പാല്, പിന്നെ 2 ഗ്ലാസ്സോളം 2-ാം പാല്. ഇതൊരു ചെറിയ തേങ്ങയുടെ പാലാണ്. അതിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 1-ാം പാൽ ഉണ്ടാക്കിയിരിക്കുന്നു. 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് പിന്നെ 2-ാം പാൽ ഉണ്ടാക്കിയത്. ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് തൃശ്ശൂർക്കാരുടെ സ്വന്തം മീൻ കറി ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി ചതച്ചത്, ഉള്ളി ഇഞ്ചിയും കൂടി ഒരുമിച്ച് ചതച്ചത് ഇട്ട് കൊടുക്കുക. പച്ചമുളക്, തക്കാളി, വേപ്പില, പിന്നെ കുടംപുളി എടുത്ത് വെച്ചിരിക്കുന്ന കുടംപുളി അത് ചീകി എന്ന് ഇട്ട് കൊടുക്കണം, പുളി ശരിക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുക. 1 സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടിയൊക്കെ ചേർക്കണം. ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ 2 സ്പൂണോളം സാധാരണ മുളക് പൊടി, 2 സ്പൂൺ സാധാരണ മുളക് പൊടി, 1 സ്പൂണോളം മല്ലിപ്പൊടി, 1 സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടി. പിന്നെ ഈ പാലൊഴിച്ച് വയ്ക്കണ മീൻ കറിയിൽ നമ്മൾ ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടി 1/2 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി നമ്മുടെ കറിക്ക് ഒരു കളർ കിട്ടാൻ ഉള്ളവർ മാത്രം ചേർത്താൽ മതി 1 സ്പൂണോളം കാശ്മീരി മുളക് പൊടി. ഇതിനധികം എരിവൊന്നുമില്ല, പക്ഷേ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറിക്ക് നല്ല കളറായിരിക്കും. വലിയ എരിവൊന്നുമില്ല. 1 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് അത് നോക്കി ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കണം ആദ്യം കേട്ടോ. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായി ഇളക്കിയ ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ കറി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നമ്മുടെ കറി നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. തിളയ്ക്കുമ്പോൾ തന്നെ അറിയാം നല്ല കുരുമുളകിൻ്റെ നല്ല സ്മെല്ല് വരുന്നത്. നമ്മുടെ കറി നന്നായി തിളച്ച് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതിൽ പുളിയും ഉപ്പൊക്കെ നന്നായി നോക്കണം. ഈ സമയത്ത് ചെമ്മീൻ വെന്തുണ്ടോ നോക്കണം. പുളി കൂടുതലാണെങ്കിൽ ഇതിന് നമ്മളിട്ട പുളി ഉണ്ടല്ലോ അത് എടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് 2-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. 2-ാം പാൽ ഒഴിക്കുമ്പോൾ 1 ഗ്ലാസ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഒഴിക്കുമ്പോൾ മുഴുവനായിട്ട് ഒഴിക്കരുത്. കറിയിൽ എപ്പോഴും മീൻ കറിയിൽ ഒഴിക്കുമ്പോൾ പകുതി കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. ഞാൻ പകുതി ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളൂ. ഒഴിച്ച ശേഷം ഇളക്കി.
നന്നായി ഇളക്കിയിട്ടുണ്ട്. ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് കുറച്ച് പറ്റുമ്പോൾ അടുത്ത പാൽ, രണ്ടാം പാലിൻ്റെ ബാക്കിയുള്ളതല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. തിളച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ രണ്ടാം പാൽ ഒഴിക്കുമ്പോൾ മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെയായിട്ട് ഒഴിച്ച് വറ്റിച്ച് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമ്മളെ മീൻകറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും മീൻകറി വെക്കാൻ അറിയാവുന്നതാണ്. എന്നാലും ഇങ്ങനെ പാലൊഴിക്കുമ്പോൾ മൊത്തമായിട്ടാണ് പലരും ഒഴിക്കുന്നത്. അപ്പോൾ അത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതലായി ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അതൊന്ന് ശ്രദ്ധിക്കുക. ഇതൊന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പാല് ബാക്കിയുള്ളതിൻ്റെ വലിയ അതും കൂടി ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ച ശേഷം ഒന്നും കൂടി തിളക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പാലൊഴിക്കുമ്പോൾ ഉപ്പ് കുറവുണ്ടായിരിക്കും. ഇതൊന്നും തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല. രണ്ടാം പാൽ ഒഴിച്ചിട്ട് കറി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒന്നാം പാൽ ഒഴിക്കാൻ പോകണ്ട. ഇതിന് മുന്നേ എൻ്റെ കറിയിൽ ഉപ്പും പുളിയൊക്കെ പാകത്തിനാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒന്നാം പാൽ ഒഴിക്കണേ. അപ്പോൾ നിങ്ങൾക്കും നോക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കും. ഒന്നാം പാൽ ഒഴിച്ച് നന്നായി ഇളക്കുക. അതിന് ശേഷം അധികം തിളയ്ക്കാൻ പാടില്ല. ഒരു ചെറിയ തള വരാനേ പാടുള്ളൂ. വേണ്ട, ചെറിയ തള വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഉള്ളി താളിച്ച് ഒഴിക്കണം. അപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ കറി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഉള്ളിയും വേപ്പിലയും താളിച്ച് ഒഴിക്കണം. ഞാൻ ഉള്ളി താളിക്കാൻ വേണ്ടി ഞാൻ ചെറിയ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് നമുക്ക് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് വേപ്പിലയും കൂടി ഒരുമിച്ചിട്ട് കൊടുക്കുകയാണ് ഞാൻ. മൊരിയട്ടെ. ഉള്ളി നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കടാ ഇതേ അളവിൽ മതി. ഇനി നമുക്ക് ഇതിൽ 1 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് കറിയിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർക്കാം. അധികം കരിയണ്ട, ചെറുതായി ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം. നമ്മുടെ കറിയിലേക്ക് താളിച്ച് വെച്ചത് മുളക് ഒഴിച്ചു കൊടുക്കാം. കറി നന്നായി ഇളക്കണം കേട്ടോ, ഈ മുളകൊക്കെ അതിൽ പിടിക്കാനായിട്ട്. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണാനും നല്ല ഭംഗിയില്ലേ, അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും വേണം കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബായ്.